welcome to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു നോവലാണ് An Island of Thousand Mirrors by Naomi Munavira. So coming to the contents of this video, first of all നമ്മൾ ഈ വർക്കിന് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ്. അത് കഴിയുമ്പോൾ ഓഥർ ആയിട്ടുള്ള നയോമി മുനാവിരനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ ഒരു പ്ലോട്ട് സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു പ്ലോട്ട് സമ്മറി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാം നമുക്ക്. അത് കഴിയുമ്പോൾ തീംസും സിമ്പിൾസും അനലൈസ് ചെയ്യാം. So coming to the work, Island of Thousand Mirrors is written by Naomi Munavira. 2012 ഇത് പബ്ലിഷ് ആവുന്നത്. ഇത് നയോമി മുനാവിരയുടെ ഡെബ്യൂ നോവലാണ്. അതേപോലെ തന്നെ ഒരു ബിൽഡംഗ്സ്ട്രോമൻ നോവൽ കൂടെയാണിത്. ഒരു വാർ നോവലായിട്ട് നമുക്കിതിനെ കാണാം. ബിക്കോസ് ഇറ്റ് ഡെപിക്സ് ശ്രീലങ്കൻ സിവിൽ വാർ. ശ്രീലങ്കയിലെ സിവിൽ വാർ ആണ് ഇതിൻ്റെ മേജർ ബാക്ക് ഡ്രോപ്പ് വരുന്നത്. 1983 തൊട്ട് 2009 വരെ ആയിരുന്നു ഈ ഒരു സിവിൽ വാറിൻ്റെ ഇയേഴ്സ് എന്ന് പറയുന്നത്. The novel focuses on two young women and their families. അപ്പോൾ രണ്ട് മേജർ പ്രൊട്ടാഗോണിസ്റ്റുകൾ ഇതിനകത്ത് രണ്ടുപേരാണ്, രണ്ട് യങ് വുമൺ ആണ്. ആൻഡ് ദ നോവൽ ഹാസ് ഓൾസോ വൺ ദ കോമൺവെൽത്ത് റീജിയണൽ പ്രൈസ് ഫോർ ഏഷ്യ. അപ്പം ആ ഒരു അവാർഡ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഒരു കവർ പേജ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാവുന്നതാണ്. Now coming to our author, Naomi Munavira. Naomi Munavira is a Sri Lankan writer, novelist. She later moved to Nigeria and Los Angeles. അപ്പം ശ്രീലങ്കയിൽ ജനിച്ച ഒരു റൈറ്ററും നോവലിസ്റ്റും ഒക്കെയാണ്. നൈജീരിയയിലും ലോസ് ആഞ്ചലസിലും ഒക്കെയാണ് പിന്നീടുള്ള താമസം. ഷീ ഗ്രാജുവേറ്റഡ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലാണ് ഇവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ വർക്ക് ആസ് എ ടീച്ചർ അറ്റ് മിൽസ് കോളേജ് ആൻഡ് നാഷണൽ യൂണിവേഴ്സിറ്റി. പിന്നീട് ഒരു പ്രൊഫസറായിട്ട് മിൽസ് കോളേജിലും നാഷണൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. Now coming to her important works, Island of Thousand Mirrors, What Lies Between Us. അതേപോലെ അവാർഡ്സ് വരുമ്പോഴത്തേന് കോമൺവെൽത്ത് റീജിയണൽ പ്രൈസ്, ഷോർട്ട് ലിസ്റ്റഡ് ഫോർ DSC പ്രൈസ് ഫോർ സൗത്ത് ഏഷ്യ. അപ്പോൾ ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ്. ഇനി നമുക്ക് ഈ നോവലിൻ്റെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് ഫാമിലീസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് ഫാമിലിയിൽ നിഷാനും വിശാഖയും അവരുടെ രണ്ട് മക്കളാണ് യശോധരയും ലങ്കയും. അതേപോലെ തന്നെ അവരുടെ ഒരു തമിഴ്, ഇവരൊക്കെ തന്നെ സിംഹലീസ് ഫാമിലിയാണിത്. ഇനി നമ്മൾ തമിഴ് ഫാമിലി ആണ് Shiva. Shiva is actually a neighbor to this Sinhalese family. Then we have another Tamil family whose daughter is Saraswati. അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ ക്യാരക്ടേഴ്സ്. നമുക്ക് സമ്മറിയിലോട്ട് വരാം. കഥ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ പ്രൊലോഗ് വരുമ്പോഴത്തേക്കിന് നമ്മളൊരു അൺനെയിംഡ് ആയിട്ടുള്ള ഫീമെയിൽ നറേറ്ററാണ് സംസാരിക്കുന്നത്. ഷീ ഈസ് റിഫ്ലക്റ്റിംഗ് അപ്പോൺ ഹർ സ്ലീപ്പിംഗ് പാർട്ട്ണർ. അവരുടെ ഹസ്ബൻഡ് സ്ലീപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഹീ ഈസ് വിസ്പറിംഗ് ദിസ് ഫീമെയിൽ നറേറ്റേഴ്സ് സിസ്റ്റേഴ്സ് നെയിം. അപ്പം ഹസ്ബൻഡ് അടുത്ത് കിടന്ന് സിസ്റ്ററിൻ്റെ പേര് പറയുന്നതായിട്ടാണ് പ്രൊലോഗ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നറേറ്ററായിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്നത് യശോധര രാജസിംഹ എന്ന് പറയുന്ന ഒരു സിംഹലീസ് ഗേളാണ്. അവരുടെ ഫാമിലിയുടെയും അതേപോലെ തന്നെ പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നു. ഹർ പേരൻസ് ആർ നിഷാൻ ആൻഡ് വിശാഖ. അപ്പം നിഷാൻ്റെ പേരൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് യശോധരയ്ക്ക് ഒരു യങ്ങർ സിസ്റ്റർ ഉണ്ട്, ലങ്ക. അപ്പം നിഷാൻ, വിശാഖ, അവരുടെ രണ്ട് മക്കളാണ് യശോധര ആൻഡ് ലങ്ക. ഇവരൊരു സിംഹലീസ് ഫാമിലിയാണ്. യശോധര രാജസിംഹ എന്നാണ് ഫുൾ നെയിം. ഇനി ഇവരുടെ ക്ലോസ് ഫ്രണ്ടും നെയ്ബറും ആയിട്ടുള്ള ശിവ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഹി ഈസ് ഫ്രം എ തമിഴ് പോപ്പുലേഷൻ. അവിടെ ശ്രീലങ്കയിൽ വളരെ മൈനോറിറ്റി ആയിട്ട് ജീവിക്കുന്ന തമിഴ് പീപ്പിളിലെ ഉള്ള ഒരു ഫാമിലിയാണ് ഈ ശിവ. സോ എ മോബ് മർഡേഴ്സ് ദ അങ്കിൾ ഫോർ ട്രൈങ് ടു പ്രൊട്ടക്ട് എ തമിഴ് ചൈൽഡ്. അപ്പം ഇവരുടെ അങ്കിളിനെ ഒരു മോബ് മർഡർ ചെയ്യുകയാണ് ബിക്കോസ് ഹി ട്രൈ ടു പ്രൊട്ടക്ട് എ തമിഴ് ചൈൽഡ്. അപ്പം ആ ഒരു വയലൻസ് യശോധരയുടെ ഫാമിലിയുടെ അടുത്ത് എത്തുന്നു. ആൻഡ് വൺ നൈറ്റ് ഈ ഒരു മോബ് ഫാമിലിയോട് ആവശ്യപ്പെടുകയാണ് ഇവരുടെ തമിഴ് നെയ്ബേഴ്സിനെ ആ മോബിന് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ. ബിക്കോസ് സിംഹലീസ് മെജോറിറ്റീസ് അറ്റാക്കിംഗ് കൊണ്ട് തമിഴ് മൈനോറിറ്റി. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഒരു സിവിൽ വാർ അവിടെ വരുന്നത്. അങ്ങനെ ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ഇതേപോലെ ബ്രൂട്ടാലിറ്റീസ് അവിടെ സംഭവിക്കുന്നുണ്ട് തമിഴ് പീപ്പിളിൻ്റെ പുറത്ത്. അത് കഴിയുമ്പോഴത്തേക്കിനാണ് ഈ യശോധരയുടെ ഫാമിലി അപ്പോൾ ഇത്തരം ഒരു സിവിൽ വാറിൻ്റെയും അതേപോലെ വാർ സ്ട്രക്ക് ആയിട്ടുള്ള വയലൻസും ബ്രൂട്ടാലിറ്റീസും ക്യാവസും ഒക്കെ അതിനകത്ത് നിന്നൊക്കെ ഒരു ഇതായിട്ട് ഇവരെല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട്. അവരവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നതെങ്കിലും ബട്ട് സ്റ്റിൽ ദേ ലിവ് ദെയർ. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നു യശോധര ആൻഡ് ലങ്ക ഗ്രോ അപ്പ് ഇൻ അമേരിക്ക വേർ ദേ ഇവൻച്വലി അറ്റൻഡ് കോളേജ്. അപ്പോൾ അവർ കോളേജൊക്കെ അറ്റൻഡ് ചെയ്ത് അവിടെ ജീവിക്കുകയാണ്. അവർക്ക് യശോധരയ്ക്കാണെങ്കിൽ ലിറ്ററേച്ചറിനോടാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് ലങ്ക ഇസ് ഡിസ്കവറിങ് ഹർ എ ലവ് ഓഫ് ആർട്ട്. അപ്പോൾ ആർട്ടാണ് ലങ്കയ്ക്ക് കൂടുതൽ താല്പര്യമുള്ളത്. ആൻഡ് ഇവർ ശ്രീലങ്കയിലെ സിവിൽ വാറിനെ പറ്റിയിട്ട് ഇവർക്ക് ന്യൂസൊക്കെ ലഭിക്കുന്നുണ്ട്. ബട്ട് ദേ ആർ സേഫ് ഇൻ അമേരിക്ക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഈ ഒരു വാർ അവരുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വളരെയധികം ദൂരെയാണ് ഈ ഒരു ടൈമിൽ. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സെക്കൻഡ് നറേറ്റർ വരുന്നു. സരസ്വതി എന്നാണ് സെക്കൻഡ് നറേറ്ററിൻ്റെ പേര്.
അവർ ഒരു വാർ ടോൺ ആയിട്ടുള്ള നോർത്തേൺ റീജിയൻ ഓഫ് ശ്രീലങ്കയിലാണ് ജീവിക്കുന്നത്. ആൻഡ് അവർ തമിഴ് മൈനോറിറ്റി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അവർക്ക് അവരുടെ 3 ബ്രദേഴ്സിനെയാണ് ഈ ഒരു വാറിൽ നഷ്ടപ്പെടുന്നത്. അവരൊക്കെ തന്നെ LTTയിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നു ഈ സരസ്വതിയുടെ ഡ്രീം എന്ന് പറയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ സരസ്വതി ഡ്രീം ചെയ്യുന്ന ഒരു സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ആ ഒരു ടൈമിലാണ് സിൻഹലയിലെ സോൾജിയേഴ്സ് ഈ കുട്ടീനെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി സെക്ഷലി അസോൾട്ട് ചെയ്യുകയാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കാരണം അവരുടെ ഫാമിലി തന്നെ ഈ ഒരു കുട്ടീനെ അഷെയിംഡ് ആവുകയാണ് അവരുടെ ഫാമിലി. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഗൊറില്ല ഓർഗനൈസേഷൻ ആയിട്ടുള്ള ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം LTTയിൽ ജോയിൻ ചെയ്യുകയാണ്. ഈ ഒരു ടൈമിലാണ് സരസ്വതി ഒരു വെഞ്ച്ഫുൾ ആയിട്ടുള്ള കില്ലറായി മാറുകയാണ്. അവർ ടീച്ചർ ആവണം എന്നുള്ള ഈ കുട്ടിയുടെ ഡ്രീം ലാസ്റ്റ് എൻഡ് ആവുന്നത് ഒരു സൂയിസൈഡ് ബോംബർ ആവാൻ റെഡിയായി നിൽക്കുന്ന സരസ്വതിയിലേക്കാണ്. അത്തരം ബ്രൂട്ടാലിറ്റീസും ആ ഒരു സെക്ഷൽ അസോൾട്ടും സിൻഹലി സോൾജേഴ്സിൻ്റെ അത്തരം ബിഹേവിയറാണ് അവർ നേരിട്ട പ്രശ്നങ്ങളാണ് അവരെ ഒരു സൂയിസൈഡ് ബോംബറായിട്ട് മാറാനും LTTയിൽ ചേരാനും ഒരു റിവോൾട്ടിലേക്ക് ഈ സരസ്വതിനെ നയിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു ലോസ് ഏഞ്ചലസിൽ യശോധര ഈ ഒരു ടൈമിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ സിദ്ധാർത്ഥിൻ്റെ ഇൻഫിഡിലിറ്റി കാരണം ഇവരുടെ മാരേജ് ബ്രേക്ക് ആവുകയാണ്. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ഗോ ബാക്ക് ടു ശ്രീലങ്ക. അപ്പം ശ്രീലങ്കയിൽ ഇവരുടെ സിസ്റ്റർ ആയിട്ടുള്ള യശോധരയുടെ സിസ്റ്റർ ആയിട്ടുള്ള ലങ്ക ഓൾറെഡി ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞു. ആൻഡ് ഷീ ഈസ് ദെയർ. ഷീ ഈസ് റൊമാൻറ്റിക്കലി ഇൻവോൾവ് വിത്ത് ഹർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ശിവ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഇവരുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള തമിഴ് നെയ്ബേഴ്സ് ആയിരുന്നു ആ വീട്ടിലെ കുട്ടിയാണ് ശിവ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും ഒന്നിച്ച് കളിച്ചാണ് വളരുന്നത്. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിയുമ്പോഴത്തേക്കിന് ലങ്ക തിരിച്ച് ശ്രീലങ്കയിൽ വരുമ്പോഴത്തേക്കിന് ആ ഒരു ടൈമിൽ ഇവർ ശിവയായിട്ട് ക്ലോസ് ആവുകയാണ്. അത് കഴിയുമ്പോഴാണ് ഈ യശോധര സിദ്ധാർത്ഥുമായിട്ട് മാരീഡ് ആവുന്നതും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥിന് ഇൻഫിഡിലിറ്റി തിരിച്ചറിയുമ്പം ഇവർ ആ ഒരു മാരേജ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് ശ്രീലങ്കയിൽ സിസ്റ്ററിൻ്റെ അടുത്ത് ശ്രീലങ്കയിൽ തിരിച്ചെത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ തിരിച്ചെത്തുമ്പോഴത്തേക്കിനാണ് യശോധര തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവരിവിടെ നിന്ന് കഴിയുമ്പോൾ യശോധര തിരിച്ച് അമേരിക്കയിൽ പോയി അവരുടെ മാരേജിലൂടെ തിരിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരു അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആക്കണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ടൈമിലാണ് സരസ്വതി ഒരു സൂയിസൈഡ് ബോംബർ ഒരു ബസ്സിൽ ഒരു സൂയിസൈഡ് ബോംബർ അങ്ങനെ എക്സ്പ്ലോഷൻ നടക്കുന്നു. സൂയിസൈഡ് ബോംബ് വെച്ചിട്ട് അങ്ങനെ സരസ്വതി കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ട്രോമയിൽ യശോധരയും ശിവയും ഒന്നിച്ചു വരികയാണ്. ആൻഡ് ദേ ലീവ് ശ്രീലങ്ക ആൻഡ് ദേ സെറ്റിൽ ഇൻ സാൻ ഫ്രാൻസിസ്കോ. അപ്പം അവർക്കൊരു മകളുണ്ടാവുകയാണ്. ആൻഡ് ഷീ റിമൈൻസ് ഹർ ഓഫ് ഹർ സിസ്റ്റർ ലങ്ക. അപ്പം സിസ്റ്റർ മരണപ്പെട്ടതിന് ശേഷം സിസ്റ്ററുമായിട്ട് റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആയിട്ടിരുന്ന അവരുടെ ചൈൽഡ്ഹുഡ് ഉണ്ടായ ശിവയുടെ കൂടെ നിൽക്കുകയാണ് യശോധര. അപ്പം അത് കഴിയുമ്പോൾ അവർ ഈ ശ്രീലങ്ക വിട്ടിട്ട് അവർ സാൻ ഫ്രാൻസിസ്കോയിൽ തിരിച്ചു വരുന്നു. ആൻഡ് ദേ സെറ്റിൽ ഓവർ ദെയർ. അവർക്കൊരു മകൾ ഉണ്ടാവുകയാണ്. ആൻഡ് ഈ ഒരു മകൾ എപ്പോഴും ഇവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ലങ്കേനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എപ്പിലോഗ് റിവീൽ ചെയ്യുകയാണ്. എപ്പിലോഗ് വരുമ്പോഴത്തേക്കിന് കഥ കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് തരുന്നതാണ് എപ്പിലോഗ്. ഇപ്പോൾ എപ്പിലോഗ് വരുന്നത് യശോധരയാണ് ആ ഒരു പ്രൊലോഗിൻ്റെ നറേറ്ററിന് റിവീൽ ആവുകയാണ്. ആൻഡ് യശോധരയുടെ സിസ്റ്റർ ആയിട്ടുള്ള ലങ്കയുടെ ആ ഒരു ലോസ് ശിവയും യശോധരയും ഒരുപോലെ ലാമെന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ആ ഒരു ലോസിലൂടെ അവരുടെ ലൈഫിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് സരസ്വതിയുടെ ലൈഫും യശോധരയുടെ ലൈഫും ഒന്നിച്ച് അനലൈസ് ചെയ്യണം. ബിക്കോസ് യശോധര ജനിക്കുന്നത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സിൻഹലീസ് ഫാമിലിയിൽ തന്നെയാണ്. ബട്ട് ആ ഒരു സിവിൽ വാറിൻ്റെ ടൈമിൽ ഒരുപാട് സിൻഹലീസ് മെജോറിറ്റി ആയിട്ടുള്ള സിൻഹല പോപ്പുലേഷൻ അവർ മൈനോറിറ്റി ആയിട്ടുള്ള തമിഴ് പോപ്പുലേഷനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരുപാട് ബ്രൂട്ടാലിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു എക്സാമ്പിൾ നമുക്ക് ഈ സരസ്വതിനെ സിൻഹലി സോൾജേഴ്സ് അബ്ഡക്ട് ചെയ്യുന്നത് അസോൾട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ സിൻഹലീസ് മോബ് ആ ഒരു തമിഴ് ഫാമിലീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ശിവയുടെ കാര്യം പറഞ്ഞു. അപ്പം അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വയലൻസ് ആ ഒരു ടൈമിൽ ആ ഒരു രാജ്യത്ത് നടന്നിരുന്നു എന്നാണ്. അപ്പം ആ ഒരു വയലൻസിനെയൊക്കെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യശോധരയുടെ ഫാമിലി മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ദേ ഗോ ടു അമേരിക്ക, ദേ ലിവ് ദെയർ, ദേ സ്റ്റഡി ദെയർ. പക്ഷെ അതേസമയം തന്നെ പഠിക്കണം എന്നും ഒരു സ്കൂൾ ടീച്ചർ ആവണം എന്നും ഒക്കെ തന്നെ ആഗ്രഹമുള്ള നമ്മുടെ സരസ്വതി ആണെങ്കിൽ ഷീ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ബിക്കമിങ് എ സൂയിസൈഡ് ബോംബർ എന്ന് നമുക്കൊരു രീതിയിൽ പറയാം. ബിക്കോസ് ആ കുട്ടിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഷീ ഈസ് അബ്ഡക്റ്റഡ്, ഷീ ഈസ് സെക്ഷുവലി അസോൾട്ടഡ് ജസ്റ്റ് ബിക്കോസ് ഷീ ഹാഡ് ദ ഐഡൻറ്റിറ്റി ഓഫ് എ തമിഴ് ആൻഡ് ഷീ വാസ് എ മൈനോറിറ്റി. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടിയുടെ ലൈഫ് നഷ്ടപ്പെടുകയാണ്. ആൻഡ് അതുകൊണ്ടാണ് ആ കുട്ടി ഒരു സൂയിസൈഡ് ബോംബറായി മാറുന്നത്, LTT ജോയിൻ ചെയ്യുന്നത്. ഇതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല സൂയിസൈഡ് ബോംബറിന്, ബട്ട് സ്റ്റിൽ അവരുടെ ലൈഫിലെ കണ്ടീഷൻസ് അങ്ങനെ ആയിരുന്നു. അതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു സിവിൽ വാറിൻ്റെ ടൈമിൽ ഓൺ എ പാർട്ട് യശോധര ലോസസ് ഹർ സിസ്റ്റർ, ദ അതർ സൈഡ്
സരസ്വതി ലോസസ് ഹർ ലൈഫ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തമായിട്ട് ഒരു സൂയിസൈഡ് ബോംബർ ആവാൻ അവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് അത്രത്തോളം മോശമായി പോയത് കൊണ്ടാണ്, അവർ അത്രത്തോളം കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് അവർ ആ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്. അപ്പം സിവിൽ വാറിനെ ഏത് രീതിയിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും കാഷ്വാലിറ്റീസ് രണ്ട് സൈഡിലും ഉണ്ട്. സിൻഹല പോപ്പുലേഷനിലും ഉണ്ട്, തമിഴ് പോപ്പുലേഷനിലും ഉണ്ട്. അപ്പം നഷ്ടം എന്ന് പറയുന്നത് രണ്ട് സൈഡിലെ ആൾക്കാർക്കും നോർമൽ പീപ്പിളിനാണ് ഈ നഷ്ടം വരുന്നത്. ദോസ് ഹു ആർ ടേക്കിംഗ് ഡിസിഷൻസ് ദേ ആർ നോട്ട് ദ വൺ ബീങ് ഹാംഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏത് വാർ നടന്നാലും അതിൻ്റെ ഹെഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു നഷ്ടവും വരുന്നില്ല. ദ സോൾജേഴ്സ് അല്ലെങ്കിൽ ദ നോർമൽ പീപ്പിൾ ഓർ ദ നേറ്റീവ്സ് ഹു ആർ ഫൈറ്റിംഗ് എസ്പെഷ്യലി ഇൻ എ സിവിൽ വാർ. അപ്പം അത്തരം ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആൾക്കാരെ നഷ്ടപ്പെടുന്നതും അവരുടെ ലൈഫ്സ് ആകെ മാറുന്നതും. ഇപ്പം സരസ്വതിയുടെ ലൈഫ് എടുത്താൽ തന്നെ സരസ്വതിക്ക് പഠിക്കണമായിരുന്നു, ബട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അവരുടെ 3 ബ്രദേഴ്സാണ് ഈ ഒരു LTTയിൽ പോയിട്ട് അവർക്ക് ലൈഫ് നഷ്ടമാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം യശോധരയുടെ ലൈഫ് എടുത്താൽ തന്നെ യശോധര ലൂസസ് ഹർ സിസ്റ്റർ. അവരൊരു സിൻഹല ഫാമിലിയിലാണ് ജനിച്ചെങ്കിൽ പോലും ഷീ ഈസ് ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് വിത്ത് ഹർ ഫാമിലി ബിക്കോസ് ഓഫ് ദ വയലൻസ് ഓവർ ദെയർ. അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. അവർ ഒരു ബെറ്റർ ലൈഫ് അമേരിക്കയിൽ ലീഡ് ചെയ്യുകയാണ്. അവർ എഡ്യൂക്കേഷൻ നേടുന്നു ആൻഡ് ദേ ലിവ് പീസ്ഫുള്ളി ഓവർ ദെയർ. ബട്ട് ശ്രീലങ്കയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, ഈവൻ ലങ്ക വെൻ ഷീ റിട്ടേൺസ് ബാക്ക് ഷീ ഈസ് കിൽഡ്. ആ ഒരു സൂയിസൈഡ് ബോംബിംഗ് ഇൻസിഡൻറ്റിൽ ലങ്ക മരണപ്പെടുകയാണ്. അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്നത് സരസ്വതി വന്നിരിക്കുന്നത് ലങ്കയുടെ അടുത്താണ്. അപ്പം നമുക്കത് മനസ്സിലാവും, അതിലൂടെയാണ് മനസ്സിലാവുന്നത് ലങ്ക ഈസ് കിൽഡ് എന്നുള്ളത്. അങ്ങനെ കുറച്ച് ഇൻസ്റ്റൻസസ് ഈ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളെ ആ ഒരു ബ്രൂട്ടാലിറ്റി ഓഫ് സിവിൽ വാർ അല്ലെങ്കിൽ ഒരു യൂസ്ലെസ്നെസ് ഓഫ് എ വാർ, അതൊക്കെ തന്നെയാണ് നമ്മളെ കാണിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിരിക്കുന്നത്. വാറിൻ്റെ അട്രോസിറ്റീസും എങ്ങനെയാണ് ഒരു സൈഡ് മാത്രമല്ല എഫക്റ്റഡ് ആവുന്നത്. ഈവൻ സിൻഹല ഫാമിലി എഫക്റ്റഡ് ആണ്, അതേപോലെ തന്നെ തമിഴ് ഫാമിലി എഫക്റ്റഡ് ആണ്. ഈ സിൻഹലയിൽ തന്നെ എല്ലാവരും മോശക്കാരാണെന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ യശോധരയുടെ ഫാമിലി ആ ഒരു തമിഴ് നെയ്ബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അങ്കിൾ മരിക്കപ്പെടുന്നു എന്ന് പറയുന്നത്, ഒരു തമിഴ് കുട്ടീനെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് അങ്കിൾ മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരം ഇൻസ്റ്റൻസസ് നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ തന്നെ നല്ല ആൾക്കാരും ഉണ്ട്, അവർ ചുറ്റുമുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ തന്നെ മനസ്സിലാക്കാനും ആ ഒരു ഇൻസ്റ്റൻസ് യൂസ്ഫുള്ളാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നെയ്തെടുത്ത ഒരു നോവലാണിത്. റിയൽ ലൈഫായിട്ടുള്ള ശ്രീലങ്കൻ സിവിൽ വാറിനെ ആസ്പദമാക്കി എഴുതിയേക്കുന്ന ഒരു നോവലാണിത്. ഇതേപോലെ തന്നെ ഇവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതും ഒരു മൈഗ്രേഷൻ്റെ തീം അവിടെ കാണിക്കുന്നുണ്ട്. സിവിൽ വാറിൻ്റെ വയലൻസിൻ്റെ തീം അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വാറിൻ്റെ ടൈമിലുള്ള ഒരു ടെൻഷനും ആ ഒരു ട്രോമയും വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമയും, അതേപോലെ തന്നെ ഒരു സെക്ഷൽ അസോൾട്ട് നേരിടുന്ന ഒരു കുട്ടിക്ക് വരുന്ന ഒരു ട്രോമയും, ആ ഒരു അത്തരം വളരെ ഗ്രിമ്മായിട്ടുള്ള സിറ്റുവേഷൻസ് പൊട്രേ ചെയ്യുന്ന ഒരു നോവലാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ഇതിൻ്റെ തീംസിലോട്ട് വരാം. എത്തനിക് കോൺഫ്ലിക്റ്റ് വേഴ്സസ് സിവിൽ വാർ, ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, ലോസ് ഓഫ് ഇന്നസെൻസ്, വുമൺ ആൻഡ് വാർ, ഡയസ്പോറ ആൻഡ് മൈഗ്രേഷൻ, ട്രോമ ആൻഡ് മെമ്മറി. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് വരുന്നത്. ഇനി സിമ്പിൾസിലോട്ട് വരുമ്പോഴത്തേനും മിറർ ഒരു സിമ്പിളാണ്. കാരണം അത് ആ ഒരു ഡ്യുവൽ നറേറ്റീവാണ് പൊട്രേ ചെയ്യുന്നത്. ഒരു മിറർ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. യശോധര, സിൻഹലീസ് ആയിട്ടുള്ള യശോധരയും തമിഴായിട്ടുള്ള സരസ്വതിനെ അതിനകത്ത് കാണാം. അതേപോലെ തന്നെ സീയും വാട്ടറും ആ ഒരു എസ്കേപ്പ് ആൻഡ് ഡേഞ്ചർ കാണിക്കുന്നുണ്ട്. ബിക്കോസ് മൈഗ്രേഷൻ വയ വാട്ടർ എന്ന് പറയുന്നത് ഹോപ്പ്ഫുള്ളും ആണ്, ഒമ്നിയസും ആണ്. ബട്ട് ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ വരുന്നുണ്ട്, നാച്ചുറൽ വേൾഡും ആർട്ടിഫിഷ്യൽ വേൾഡും തമ്മിൽ. അമേരിക്കയിൽ ഒരു പൂള് കാണിച്ചിട്ടുണ്ട്, അതേസമയത്ത് തന്നെ ശ്രീലങ്കയിൽ വരുന്ന സീനെ കാണാം. അപ്പം ഒരു ഡിസ്ലൊക്കേഷനും ആ ഒരു നേറ്റീവ് റൂട്ട്സിൽ നിന്നുള്ളൊരു സെപ്പറേഷനും ഒക്കെ തന്നെ ഈ ഒരു സിമ്പിൾ വെച്ച് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ഇനി സരസ്വതിയുടെ ലോങ് ഹെയർ ഒരു സിമ്പിളാണ്. ഫെമിനിറ്റിനെയും കൾച്ചറൽ ഐഡൻറ്റിറ്റിനെയും ഒക്കെ തന്നെ കാണിക്കുമ്പോഴും അത് കട്ട് ചെയ്ത് LTTയിൽ ചേരുന്ന സരസ്വതി ആ ഒരു ഷെയിമിനെയും ട്രാൻസ്ഫോർമേഷനെയും അതേപോലെ തന്നെ ഇന്നസെൻസിനെ സ്ട്രിപ്പ് ഔട്ട് ആവുന്നതും ഒരു പേഴ്സണൽ ഓട്ടോണോമി നേടുന്നതും, അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു നോവലിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു, ട്രോമേനെ പറ്റി പറഞ്ഞു. അപ്പം ഈ ഒരു സിൻഹലീസ് ഫാമിലിയിലും ഒരു ട്രോമ വരികയാണ്. ബിക്കോസ് ശിവ ആൻഡ് യശോധര ബോത്ത് ആർ ഇൻ ട്രോമ ബിക്കോസ് ഓഫ് ലൂസിങ് ലങ്ക. അപ്പം അത് നമുക്ക് കാണാം. ഡെത്തിൻ്റെ ഒരു ട്രോമ വരുന്നുണ്ട്, അതേപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിൻ്റെ ഒരു ട്രോമ വരുന്നുണ്ട് സരസ്വതിയുടെ കേസിൽ. അതേപോലെ തന്നെ സരസ്വതി ലൂസിങ് ഹർ ബ്രദേഴ്സ്, അപ്പോൾ അതും ഒരു ട്രോമയായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് സൂയിസൈഡ് ബോംബർ ആകാൻ തീരുമാനിക്കുന്നത് അത്രത്തോളം ലൈഫിൽ ട്രോമ നേരിട്ട് കഴിയുമ്പോഴാണ്. സോ അതൊരു ഇതായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഒരുപാട് എഫേർട്സ് എടുത്ത് വീഡിയോ ഉണ്ടാക്കുന്നതാണ്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.